നോമ്പൊക്കെ തുറന്നിട്ട് കുടിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാതള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ അനാറ് മാതള നാരങ്ങ പെട്ടെന്ന് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നടുവേ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ കമഴ്ത്തി പിടിച്ചതിന് ശേഷം ഒരു കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് മാതളം അടർന്ന് കിട്ടും കേട്ടോ. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ മാതളത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ശേഷം വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം, ഒരുപാട് തരികളുണ്ടെങ്കിൽ. ഇനി ഒരു നാരങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ പുതിന ഇലയും കൂടെ ആവശ്യമാണ്. ഇനി ഇതുപോലെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നാരങ്ങയും മിൻറ്റിൻ്റെ ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങി കിട്ടാൻ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മാതളത്തിൻ്റെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ മൂസിയാണ്, പോമാഗ്രാനൈറ്റിൻ്റെ തന്നെ ഫ്ലേവേർഡ് മൂസിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സോഡ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല എൻ്റെ സൈഡിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കുടിച്ചാലുണ്ടല്ലോ നല്ല ക്ഷീണമൊക്കെ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. വയറിന് നമുക്കൊരു സുഖവും തണുപ്പും ഒക്കെ കിട്ടും. അപ്പോൾ നോമ്പിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.